പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 24 ശനിയാഴ്ച. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, പുതിയൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം അങ്ങയ്ക്ക് പ്രീതികരമായ വിധത്തിൽ ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ. അങ്ങയുടെ സജീവമായ സാന്നിധ്യവും സംരക്ഷണവും ഇന്നത്തെ ഞങ്ങളെല്ലാ ഉദ്യമങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം വചനം ഇന്ന് ധ്യാനിക്കാം. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്നു കരുതുന്ന സമയം വരുന്നു. ആദിമസഭയിലെ ക്രൈസ്തവ പീഡനങ്ങൾക്കുള്ള പ്രവചനമായി ഈ വചനത്തെ കരുതാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ക്രൈസ്തവരെ കൊല്ലുന്നത് പുണ്യകർമ്മമായി കരുതുന്ന വിഭാഗങ്ങളും ഇന്നുണ്ട്. വാക്കുകൾ കൊണ്ടും ക്രൈസ്തവരെ അവഹേളിക്കുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു ജനതയുടെ നടുവിലാണ് നാം ജീവിക്കുക. എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏത് പ്രതിസന്ധിയിലും അങ്ങയെ തള്ളിപ്പറയാതെ ജീവൻ വെടിയേണ്ടി വന്നാലും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.